മിന്നൽ മുരളിയില് ഒരു ഓടുന്ന സീന് ഷൂട്ട് ചെയ്യാനായിട്ട് ബേസിൽ ജോസഫ് എന്തോരം ബുദ്ധിമുട്ടി എന്നൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. lot of car plywood sheets, fixed tires, small trolley tires under the plywood sheet, and we combined 8 plywood sheets together and pulled it with a small mini truck. And then we made Tovino run and Guru Somasundaram run on top of that. അല്ലെങ്കിൽ മെമ്മറീസ് എന്ന സിനിമയിലെ മഴയത്ത് ഓടുന്ന ഒരു രംഗം ഷൂട്ട് ചെയ്യാനായിട്ട് പൃഥ്വിയും ജീത്തു ജോസഫും എന്തോരം ബുദ്ധിമുട്ടിയെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒന്നാമത് നമ്മൾ രാത്രി ഷൂട്ട് ചെയ്യുമ്പോൾ റെയിൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഹോസ് വെച്ചിട്ടാണ് ആൾക്കാർ ഇങ്ങനെ അടിക്കുക. അപ്പോൾ നമ്മളൊരു ട്രാക്കിംഗ് വെഹിക്കിളിൽ ഓടുന്ന 2 ആൾക്കാരെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. വെള്ളം എല്ലായിടത്തും യൂണിഫോം ആയിരിക്കണം, എന്നാൽ വെള്ളത്തിൻ്റെ ഹോസ് കാണാൻ പാടില്ല. അപ്പോൾ ഇതൊരു 1/2 കിലോമീറ്ററോളം എങ്ങാണ്ട് വണ്ടി നീങ്ങണേ. അപ്പോൾ അത്രയും ദൂരമൊന്നും നമുക്ക് ഹോസുകൾ വെച്ച് വെള്ളം ഇങ്ങനെ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വണ്ടിയിൽ ക്യാമറ, വേറൊരു വണ്ടിയിൽ ഒരു ടാങ്കർ, ആ ടാങ്കറിൽ നിന്ന് ഹോസ് കണക്ട് ചെയ്ത് മൂവിങ് ടാങ്കറിൽ നിന്ന് ആൾക്കാർ നിന്ന് ഹോസ് അടിച്ച് ഓടുന്ന ആൾക്കാരുടെ കൂടെ മൂവിയാണ്. അപ്പൊ അത് 4ാമത്തെ ടേക്കിലാണ് സംഭവം. ഒരു ഒറ്റ ഷോട്ടേ ഉള്ളൂ. ആ ഷോട്ട് എടുത്ത് അന്നത്തെ വർക്ക് കഴിഞ്ഞു നോക്കും. പക്ഷെ അത് സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ട്. സിനിമ എടുക്കുന്നത് AI ആണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവില്ല. വെറും നിമിഷങ്ങൾ കൊണ്ട് ഒരു കമ്പ്യൂട്ടർ ബുദ്ധി ഒരു 2 മണിക്കൂർ സിനിമ എടുക്കും. തിരക്കഥ എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് മ്യൂസിക്കും ഇട്ട് കാണാൻ റെഡിയാക്കി തരും. ഇനി പിറക്കാൻ പോകുന്ന ബാഹുബലിയോ ലൂസിഫറോ അല്ലെങ്കിൽ ദൃശ്യം, തുടരും തുടങ്ങി നമ്മുടെ സിനിമയിൽ ഇനി പിറക്കാനിരിക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രങ്ങൾ എഴുതുന്നത് AI ആണെങ്കിലോ? ഇനി അത് ചിലപ്പോ ദൃശ്യത്തിന്റെ 4ാം ഭാഗമാകാം. അങ്ങനെ ഉണ്ടാകുമോ? AIL Artificial Intelligence Laletan. Oh. Hello AIL, introduce yourself. Mohanlal Vishwanathan, born 21 May 1960. മലയാള സിനിമയുടെ എക്കാലത്തെയും അഹങ്കാരം ദാ ഇവിടെ തൊടുന്ന സിനിമകളാണ്. ഈയിടെ ഇറങ്ങിയ ആട്ടം മുതൽ ആവേശം വരെയുള്ള സിനിമകളിൽ നമ്മൾ ഈ ഒറിജിനാലിറ്റി പല രൂപത്തിൽ അനുഭവിച്ചറിഞ്ഞു. പക്ഷേ ഇനി ഉണ്ടാവാൻ പോകുന്ന AI സിനിമകൾക്ക് ഈ ഒറിജിനാലിറ്റി, ഈ ഒരു ഓതന്റിസിറ്റി ഉണ്ടാകുമോ? Malayalam cinema, I think, has the best writing. Today, if I am envious of anyone, I would say it is the Malayalam writers and actors. ഒരുപക്ഷെ ഇത്രയ്ക്കൊന്നും ഉണ്ടായെന്ന് വരില്ല. AI ഒരു ടൂള് മാത്രമായിട്ട് മലയാള സിനിമയിൽ നിന്നേക്കാം. രേഖാചിത്രത്തിലെ മമ്മൂട്ടിയുടെ ഭാഗം റീക്രിയേറ്റ് ചെയ്തതുപോലെ. അല്ലെങ്കിൽ ലൂസിഫറിനും എംപുരാനും ശേഷം L3 എടുക്കുമ്പോൾ പൃഥ്വിക്ക് ഹെലികോപ്റ്റർ അന്വേഷിച്ച് പോകേണ്ടി വരില്ല. കാരണം AI ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള VFX ആഡ് ചെയ്യാനായിട്ട് പറ്റും. ബാറൂസ് പോലൊരു സിനിമയിൽ AI ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള VFXകൾ സാധ്യമായേക്കും. അങ്ങനെ നമ്മുടെ ചെറിയ ബഡ്ജറ്റിന് ഫേവർ ചെയ്യുന്ന പല കാര്യങ്ങളും AIക്ക് പറ്റും. The budget was less, that was another blessing. കാശില്ലാത്തത് എത്രത്തോളം ബ്ലെസ്സിംഗ് ആവും? Like our movie's budget may be lesser than the promotion budget of a biggest movie in Bollywood. ഈ ബഡ്ജറ്റ് പ്രശ്നത്തെ ടാക്കിൾ ചെയ്യാനായിട്ട് AI സാങ്കേതികവിദ്യയുടെ ഉപയോഗം സഹായിക്കും. സോ നമ്മൾ കഥ എഴുതുന്നു, AI സിനിമ എടുക്കുന്നു. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു നോവൽ എഴുതിയപ്പോൾ അതിന്റെ ട്രെയിലർ പകുതിയിലേറെയും ഉണ്ടാക്കിയത് AI ആണ്. ഞാൻ കഥ പറഞ്ഞു, AI ട്രെയിലറിന് വേണ്ട സ്ക്രിപ്റ്റ് എഴുതി, വീഡിയോസും ഉണ്ടാക്കി, അതിനുവേണ്ട മ്യൂസിക്കും ഇട്ട് തന്നു. പക്ഷെ ആ മ്യൂസിക് അല്ല നമ്മൾ അവസാനം ഉപയോഗിച്ചതെന്ന് മാത്രം. പക്ഷെ അത് പോസിബിൾ ആണ്. AI should be used for things where human beings have failed, or human beings are procrastinating to bring things up, bring changes. So use it as a tool to lift humanity up. I said use this to empower underprivileged. I give them as a tool where they can come up, learn new things and help rise the country up. AI ശരിക്കും നല്ലതാണോ? അത് കോപ്പിഡി അല്ലേ? അല്ലെങ്കിൽ വാനപ്രസ്ഥം പോലൊരു സിനിമ AIക്ക് ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് ഈ ചർച്ച കമന്റ്സിൽ തുടരാം. വേഗം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ടൈപ്പ് ചെയ്തോ, കൂടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോ. ലവ് ഇറ്റ്.